നമസ്തേ, ഞാൻ സൈലേഷ് സാരംഗസ്വാമി. ഇന്ന് നമ്മൾ നോക്കുന്നത് അവയവ ലക്ഷണത്തെക്കുറിച്ചാണ്. നമ്മളിന്ന് പറയുന്നത് അവയവ ലക്ഷണത്തിൽ ഇന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തുടിക്കുന്നത് എന്തുകൊണ്ട്, ആ തുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരീരഭാഗങ്ങൾ തുടിക്കുന്നത് നല്ലതും ചീത്തയുമായ പല ഫലങ്ങൾ നൽകുമെന്നാണ് കോടാംഗശാസ്ത്രം അഥവാ ലക്ഷണശാസ്ത്രം പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ പല ഫോളോവേഴ്സും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്തതിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ തന്നെ ചെയ്യുവാൻ തീരുമാനിച്ചത്. കണ്ണ് തുടിക്കുന്നത്, നെറ്റി തുടിക്കുന്നത്, ചുണ്ട് തുടിക്കുന്നത് എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ്. കണ്ണ് തുടിക്കുന്നതെന്ന് വെച്ചാൽ വലത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് നല്ല ഫലവും സ്ത്രീകൾക്ക് ദോഷഫലവും എന്നാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. ഇനി അഥവാ ഇടത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് നല്ല കാര്യവും പുരുഷന്മാർക്ക് അത്ര നല്ലതല്ല എന്നുമാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. ഇതിനെപ്പറ്റി വിശദമായി നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. നെറ്റിത്തുടിപ്പ് ധനലാഭം ഉണ്ടാക്കുമെന്നും കരുതുന്നു. ചുണ്ട് തുടിക്കുന്നത് ബന്ധുക്കളെ കാണാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ നല്ല ഭക്ഷണം ലഭിക്കുമെന്നാണ് കോടാംഗശാസ്ത്ര മതം. കവിള് തുടിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുമെന്നുമാണ് പറയുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും തനിയെ ചലിച്ചാൽ ഭാവിയിൽ ഓരോ ഫലം അനുഭവിക്കുമെന്നുണ്ട്. അതായത് ഈ സാനുക്കൾ ചലിച്ചു കഴിഞ്ഞാൽ മരണമാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ മരണം. അതുപോലെ തന്നെ മഹാപഥം ചലിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ആ നാട്ടിലെ അയൽക്കാരുടെയോ നമ്മുടെ നാട്ടിൽ തന്നെയോ ഒരു മരണം സംഭവിക്കുമെന്നും, നെറ്റിത്തടം ചലിച്ചു കഴിഞ്ഞാൽ വസ്തുവകൾ ലഭിക്കുമെന്നും സ്ഥാനത്തിന് മേൽ ഉത്കർഷം സിദ്ധിക്കുമെന്നുമാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ഈ തലയുടെ മധ്യഭാഗം കൂർത്തിരുന്ന് കഴിഞ്ഞാൽ അയാൾ രാജാവാണെങ്കിൽ പോലും വാർദ്ധക്യകാലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി വലത്തെ പുരികക്കൊടിയും മൂക്കിൻ്റെ ഇടയും ഇട ചലിച്ചു കഴിഞ്ഞാൽ ഇഷ്ടനായ ഒരാളുമായി ഒത്തുകൂടുവാൻ സംഗതി വരുന്നതും, വലത്തെ കണ്ണും മൂക്കും കൂടി തൻ്റെ മധ്യഭാഗം ചലിച്ചു കഴിഞ്ഞാൽ ഫുർദിനെ കിട്ടുന്നതും, വലത്തെ കണ്ണ് ചലിച്ചാൽ ധനം ലഭിക്കുന്നതുമാണ്. വലത്തെ കൺപോലെ ചലിച്ചു കഴിഞ്ഞാൽ ഇവിടം സുഹൃത്തുക്കളുടെ മരണവും, ഇടത്തെ കൺപോലെ തുടിച്ചാൽ തൻ്റെ തന്നെ ബന്ധുവോ അഥവാ അടുത്ത സുഹൃത്തുക്കളോ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. ഇനിയും വലത്തെ കവിൾത്തടം ചലിച്ചാൽ സ്ത്രീസുഖവും, വലത്തെ കണ്ണിൻ്റെ അതിർത്തിയുടെ അധോഭാഗം ചലിച്ചാൽ സുഹൃത്ത് സംഗമം, വലത്തെ ചെവി ചലിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമായതോ അഥവാ ക്ഷേമകരമായുള്ള വാർത്ത കേൾക്കുകയും, മൂക്കിൻ്റെ വലത്തെ പകുതി ചലിച്ചാൽ സന്തോഷവും അതുനിമിത്തമായി സുഖവും വരുമെന്നാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. ചുവട്ടിലെ ചുണ്ടിൻ്റെ വലതേ പകുതി ചലിച്ചാൽ ഇഷ്ടജനങ്ങളുമായി ഒത്തുകൂടുവാൻ സംഗതി വരികയും, മുകളിലെ ചുണ്ടിൻ്റെ വലത്തെ പകുതി ചലിച്ചാൽ ഉത്കൃഷ്ട സുഖാനുഭവവും, വലത്തെ ചുമൽ ചലിച്ചാൽ ഉത്കൃഷ്ട സുഖാനുഭവത്തിൻ്റെ മേൽക്കുമേൽ ഉള്ള അഭിവൃദ്ധിയും, വലതേ കൈത്തൊണ്ട ചലിച്ചാൽ ഇഷ്ടനായ ഒരുവനുമായി ഒത്തുകൂടുവാൻ സംഗതിയാവുകയും ചെയ്തതായി ലക്ഷണശാസ്ത്രം പറയുന്നു. ഇനിയും വലതേ കൈ നമുക്ക് ചൊറിയുവാനുള്ള ഭാവം ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ധനലാഭം ഉടനെ ഉണ്ടാകുമെന്നുമാണ് ഫലം. വലതേ കൈയുടെ മണിക്കെട്ടിന് ചൂടുഭാഗം ചലിച്ചാൽ ധനലാഭവും, ദേഹത്തിൻ്റെ പൃഷ്ഠഭാഗവും മുതുക ഇവ ചലിച്ചാൽ ശത്രുക്കളിൽ നിന്നും മറ്റും തോൽവിയും, മാറിടത്തിൻ്റെ വലതുഭാഗം ചലിച്ചാൽ ജയവും, വലതേ വാരിപ്പുറ ഭാഗം ചലിച്ചാൽ സന്തോഷലബ്ധിയും, ഇടത്തെ ചുമൽ ചലിച്ചാൽ കള്ളന്മാരിൽ നിന്നും ശല്യമോ ഭാവിയിൽ അപമാനമോ നേരിടുമെന്നുള്ള സൂചനയുമാണ്. വലതേ കാൽവണ്ണ ചലിച്ചാൽ അതുവരെ അനുഭവിക്കാത്ത നിലയിലുള്ള ഐഹിക സുഖത്തിൻ്റെ ലബ്ധിയും, വലത്തെ തുടയുടെ പിൻഭാഗം ചലിച്ചാൽ മന്ത്രി അല്ലെങ്കിൽ കാര്യസ്ഥൻ തുടങ്ങിയ കാര്യോപദേഷ്ടാക്കളുടെയും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അവരിൽ നിന്ന് ലാഭം, വലത്തെ കാലിൻ്റെ മുട്ട് ചലിച്ചാൽ ധനം ലഭിക്കുന്നതും, കണങ്കാലിൻ്റെ മധ്യഭാഗം ചലിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്നുമാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. ഇനി വലത്തെ കണങ്കാൽ ചലിച്ചാൽ താൻ പാർത്തു വരുന്ന ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാനും ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് കോടാംഗശാസ്ത്രം പറയുന്നത്. വലത് കാലിൻ്റെ പുറകടി ചലിച്ചു കഴിഞ്ഞാൽ ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം കിട്ടുന്നതും, ഉള്ളംകാൽ ചലിച്ചു കഴിഞ്ഞാൽ തുടിച്ചു കഴിഞ്ഞാൽ ദേശാന്തര ഗമനവും അതുമൂലം ധനം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുമെന്നുമാണ് കോടാംഗശാസ്ത്രം പറയുന്നത്.
കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയങ്ങൾ, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവ എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കുക. വാട്സപ്പ് വഴി വീഡിയോ അയച്ചു തരുന്നതാണ് എല്ലാ കാര്യങ്ങളും. 9553049953 ഇതാണ് നമ്മുടെ നമ്പർ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.